ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൽ വരുന്ന 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്കൈ നിയർ അറ്റ് ഹാൻഡ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പേജിൽ ഒരു പിക്ചർ ഉണ്ടല്ലേ, എന്താണ് ഒരു ഗ്രാൻഡ് പാ ഒരു കുട്ടീൻ്റെ അടുത്ത് ആകാശത്തേക്ക് കൈ കാണിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. എന്താണ് ആകാശം എന്ന് പറയുന്നത്? എന്താണ്? ഫുൾ ഓഫ് സ്റ്റോറി, കുറേ കഥകളുള്ളതാണ്. ഇനി നമ്മളടുത്ത് താഴെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൈ ഡിഡ് ഗ്രാൻഡ് പാ സേ സോ? ഗ്രാൻഡ് പാ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈസ് ഇറ്റ് കറക്റ്റ് ടു സേ സോ? അങ്ങനെ പറഞ്ഞത് ശരിയാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഡിസ്കസ് ഇത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ ആകാശം എന്ന് പറയുന്നത് അവിടെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ സ്റ്റാർസ് ഉണ്ട്, മൂണുണ്ട്, സണ്ണുണ്ട്, നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നത് കാണാം, ഉദിക്കുന്നത് കാണാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രാൻഡ് പാ മോളോട് എന്താണ് അവിടെ കുറേ കഥകളുണ്ടെന്ന് പറയാൻ കാരണം. അന്നപ്പം നമ്മുടെ ഗ്രാൻഡ് പാ പറഞ്ഞത് എന്താണ്? കറക്റ്റാണ്. നമുക്ക് താഴെയുള്ള ടോപ്പിക്ക് നോക്കാം. ബിയോണ്ട് സ്റ്റോറീസ്, കഥകൾക്കും അപ്പുറം. സിൻസ് ഏൻഷ്യൻ ടൈംസ് ദ സ്കൈ ഹാസ് ബീൻ എ വണ്ടർ ഫോർ ഹ്യൂമൻസ്. നമ്മുടെ പണ്ട് കാലത്ത് ഈ ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് എന്തായിരുന്നു? ഒരു അത്ഭുതമായിരുന്നു. പീപ്പിൾ ഓഫൺ മെയ്ഡ് അപ്പ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ന്യൂമറസ് സ്റ്റോറീസ് അബൌട്ട് ദി സെലസ്റ്റിയൽ ബോഡീസ്. ഈ ആൾക്കാർ നമ്മുടെ ആകാശത്തെക്കുറിച്ച് പല പല കഥകളും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടന്നു. ഇറ്റ് ഈസ് എ ഹ്യൂമൻ നാച്ചർ ടു കുക്ക് അപ്പ് സ്റ്റോറീസ് അബൌട്ട് ദി തിങ്സ് ദേ ഡോണ്ട് നോ ആൻഡ് കാൺ എക്സ്പ്ലെയിൻ. ഇതെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ നാച്ചറാണ്. ഈ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് നമുക്കറിയാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറയാന്നുള്ളത്. ഈ താഴെയുള്ളത് ഒരു പിക്ചറാണ്. അവിടെ എന്ത് കാണാം? ഈ പിക്ചറിൽ ഒരു ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ കിടക്കുന്നത് പോലെ ഇങ്ങനെ കാണാം. ഇവിടെ എന്താണ്? കുറച്ച് ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് ഉണ്ട്. ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കൂട്ടം. ഇങ്ങനെ ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ ഇങ്ങനെ വരച്ചിങ്ങനെ യോജിപ്പിക്കുമ്പം നമുക്ക് ഈ ചിത്രത്തിൽ കിട്ടുന്നത് ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രമാണ്. ഇത് ഗ്രീക്കിലുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രിൻസസ് ആണ്. എന്നിട്ട് അവൾ എന്താണ്? ചങ്ങലക്കിട്ടതാണ്. ഈ പ്രിൻസസിൻ്റെ പേര് ആൻഡ്രോമീഡ എന്നാണ്. ഈ ഒരു സ്റ്റാർസിൻ്റെ ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഗേൾ പിക്ചർ കിട്ടുന്നതിന് ഇപ്പോഴും ഈ ആൻഡ്രോമീഡ എന്നാണ് പറയുന്നത്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇഫ് ഈച്ച് സ്റ്റാർ ഓഫ് എ സ്റ്റാർ ക്ലസ്റ്റർ ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഒരു സ്റ്റാർ കൂട്ടത്തിൻ്റെ ഓരോ സ്റ്റാറും കൂട്ടി യോജിക്കുമ്പോൾ ഫിഗർ ഓഫ് എ ഗേൾ ക്യാൻ ബി സീൻ. ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ആൻഡ്രോമീഡയാണ്. അടുത്തത് ഇവിടെ ഒരു ബോക്സിൽ എന്ത് കാണാം? ഈ ആൻഡ്രോമീഡയുടെ ഒരു സ്റ്റോറിയാണ്. ആൻഡ്രോമീഡ വാസ് ദി ഡോട്ടർ ഓഫ് സീഫസ്, ദ കിങ് ഓഫ് എത്യോപ്യ ആൻഡ് ഹിസ് ക്യൂൻ കാസിയോപ്പിയ. ഇത് എത്യോപ്യയിലുള്ള രാജാവായ സീഫസിൻ്റെയും രാജ്ഞി കാസിയോപ്പിൻ്റെയും മകളാണ്. ആര്? ആൻഡ്രോമീഡ. കാസിയോപ്പിയ വാസ് സോ പ്രൗഡ് ദാറ്റ് ഹെർ ഡോട്ടർ ആൻഡ്രോമീഡ വാസ് എവൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദി ഗോഡസ്. ഈ ആൻഡ്രോമീഡ എന്ന് പറയുന്നത് ആരെക്കാട്ടിലും ഗോഡസ്, ദൈവത്തിനെക്കാട്ടിലും ഭംഗിയുള്ള ആളായിരുന്നു. അത്രക്കും അതീവ സുന്ദരിയായതുകൊണ്ട് തന്നെ ആൻഡ്രോമീഡയുടെ മാതാവായ കാസിയോപ്പിയയ്ക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. ദിസ് ആങ്ങേർഡ് പൊസിഡൻ ദ ഗോഡ് ഓഫ് ദി സീ. ഇത് കടലിലെ ദൈവമായ പൊസിഡനെ എന്തായി? ദേഷ്യം പിടിപ്പിച്ചു. ഹി സെൻഡ് സീറ്റസ് എ മോൺസ്റ്റർ ടു അറ്റാക്ക് എത്യോപ്യ. ഇത് എത്യോപ്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ആരെ അയച്ചു? സീറ്റസ് എന്ന് പറഞ്ഞ ഒരു മോൺസ്റ്ററെ അയച്ചു. then put to an end to the കാസിയോപ്പിയാസ് അറോഗൻസ്. ഇത് കാസിയോപ്പിയയുടെ ഒരു അഹങ്കാരത്തിന് എന്താണ്? ഒരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കിങ് സീഫസ് വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് ഡോട്ടർ ആൻഡ്രോമീഡ ടു സേവ് ദി കിങ്ഡം. രാജാവ് സീഫസ് അയാളുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മകളെ സാക്രിഫൈസ് ചെയ്യാൻ അയാൾ തയ്യാറായിരുന്നു. ഷീ വാസ് ചെയിൻഡ് ടു എ റോക്ക് ബൈ ദി സീ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? കടലിലുള്ള ഒരു പാറമേൽ ചങ്ങലക്കിട്ടു. അങ്ങനെ അവിടെ നിന്ന് ഒരു പേർസ്യൂസ് എന്ന് പറഞ്ഞ ആൾ വന്നുങ്ങാണ്ട് ഈ മോൺസ്റ്ററെ വന്ന് കൊല്ലുകയും പിന്നെ ആൻഡ്രോമീഡനെ കല്യാണം കഴിക്കുകയും ചെയ്തു. അതാണ് ഈ ആൻഡ്രോമീഡൻ്റെ സ്റ്റോറി. ഇങ്ങനെ ഈ ആൻഡ്രോമീഡനെ പോലുള്ള പല കഥകളും നമ്മുടെ ഇന്ത്യയിലും ചൈനീസിലും അറബ് കൾച്ചറിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് ദെയർ വെർ പീപ്പിൾ ഹൂ സെർച്ച്ഡ് ഫോർ ദി റിയാലിറ്റി ബിയോണ്ട് ദി സ്റ്റോറീസ്. ഈ കഥകൾക്കും അപ്പുറമുള്ള ഇതിൻ്റെ സത്യാവസ്ഥ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കഥ ആണ്, പക്ഷേ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതിൻ്റെ പിന്നിലുള്ളൊരു
കാരണം എന്താണെന്ന് അറിയാൻ, ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതിനെ അന്വേഷിച്ചിരുന്നു. അവരാണ് ആര്? ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ ഒക്കെ അവർ ഈ ആസ്ട്രോണമേഴ്സിൽ പെട്ട കുറച്ച് ആൾക്കാരാണ്. ഇനി ഇന്ത്യ ടു ദെർ ആർ ആസ്ട്രോണമേഴ്സ്. നമ്മുടെ ഇന്ത്യയിലും ആളുണ്ട്, ആസ്ട്രോണമേഴ്സ് ഉണ്ട്, ലൈക്ക് ആര്യഭട്ട ആൻഡ് ഭാസ്കരാചാര്യ. ഓക്കെ, ഇവിടെ മനസ്സിലാക്കുക, ആസ്ട്രോണമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൈനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ് ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് ആര്യഭട്ടയും പിന്നെ ഭാസ്കരാചാര്യയൊക്കെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഡിൻ ദ സ്കൈ വ്യൂ അമേസ് യു ടു? നിങ്ങളെയും ഈ നമ്മുടെ ആകാശത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ അത്ഭുതപ്പെടുത്താറില്ലേ എന്നാണ് ചോദിച്ചത്. സ്കൈ വാച്ചിങ്. ക്യാൻ യു ഇമാജിൻ എനി ഷേപ്പ് ഇൻ ദ ഡോട്ട്സ് ഗിവ് ഇൻ ദ പിക്ചർ? താഴെ പിക്ചറിൽ കുറച്ച് ഡോട്ട്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് ഈ ഡോട്ട്സ് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഷേപ്പ് കിട്ടും തോന്നുന്നുണ്ടോയെന്ന് അങ്ങനെ നിങ്ങളോട് കണക്ട് ചെയ്ത് വരച്ച് നോക്കാനാണ് പറഞ്ഞത്. ഡിഡ് എവരി വൺ ഗെറ്റ് ദി സെയിം ഷേപ്പ്? അങ്ങനെ എല്ലാവർക്കും ഒരേ ഷേപ്പ് തന്നെയാണോ കിട്ടിയതെന്ന്. അങ്ങനെ നമ്മളിപ്പം ചെയ്ത പോലെ പണ്ടുള്ള ആൾക്കാരും ഇങ്ങനെ ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സ്റ്റാർസൊക്കെ അവരിങ്ങനെ യോജിപ്പിച്ചിട്ട് അവർക്കിങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ അതനുസരിച്ച് അവർ പല പല കാര്യങ്ങളും കഥകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കിട്ടുന്ന കുറച്ച് ഷേപ്സ്, സ്റ്റാർസ് യോജിപ്പിച്ചിട്ട് കിട്ടുന്ന ഷേപ്സിന് അവരവരുടെ റിലീജിയൻ ഇങ്ങനെ മതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ കൊടുത്തു. അങ്ങനെ അവർ എന്ത് മനസ്സിലാക്കി? സ്റ്റാർസിൻ്റെ പൊസിഷനും സ്റ്റാർസ് നിൽക്കുന്ന സ്ഥാനവും ക്ലൈമറ്റും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഫാമേഴ്സിനെയും ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ക്ലൈമറ്റും പൊസിഷനും ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അവർക്ക് വരൾച്ചയും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് അവർക്ക് എന്ത് ചെയ്ത് കൃഷി ചെയ്യാനും അവരെ സഹായിച്ചു. അങ്ങനെ ഇത് മാത്രമല്ല, ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർ അവരുടെ വഴികൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കാനും ഡയറക്ഷൻസൊക്കെ മനസ്സിലാക്കാനും ഇത് സഹായിച്ചെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പൊസിഷൻ ഓഫ് സ്റ്റാർസ് എന്തൊക്കെ ആണ് ഹെൽപ്പ് ചെയ്തത്? ഒന്ന്, ഫാമേഴ്സിന് ക്ലൈമറ്റ് മനസ്സിലാക്കി അവർക്ക് വരൾച്ചയും റെയിനൊക്കെ അനുസരിച്ച് അവർക്ക് കൃഷി ചെയ്യാൻ സഹായിച്ചു. പിന്നെ ഒന്ന്, ട്രാവലേഴ്സിന് അവർക്ക് ഡയറക്ഷൻസ് മനസ്സിലാവാനും ഹെൽപ്പ് ചെയ്തു. ഈ 2 പോയിൻ്റ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. വാട്ട് ഈസ് സ്കൈ? എന്താണ് ആകാശം? വേർ ഡസ് ദ സ്കൈ ബിഗിൻ? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്? നമുക്കറിയില്ലല്ലേ. നമ്മൾ ഭൂമിയിൽ നിന്ന് എവിടെ മേലോട്ട് നോക്കിയാലും നമ്മൾ കാണുന്നത് എന്താണ്? ആകാശമാണ്. ഇവിടെ ഒരു ചിത്രത്തിൽ കാണാം, ഒരു പ്ലെയിനും ഉണ്ട്, ഒരു കിളിയുണ്ട്, ഒരു പക്ഷിയുണ്ട്. വി ആർ ട്രാവലിംഗ് ത്രൂ ദി സ്കൈ. നമ്മൾ ആകാശത്തിലൂടെയാണ് പറക്കുന്നത്. ബട്ട് വിത്തിൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത്. പക്ഷെങ്കിൽ എവിടെയാണ്? ആകാശത്തിലൂടെയാണ് പറക്കുന്നതെങ്കിലും ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിൽ കൂടെയാണ് അവരുള്ളത്. It is in the Earth's atmosphere. All the trees exist, the birds and the aircrafts fly and the clouds float. ഈ മേഘങ്ങൾ പോകുന്നതും കിളികൾ പറക്കുന്നതും ഈ മരങ്ങളുള്ളതൊക്കെ എവിടെയാണ്? നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിലാണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയാണ്. ഇവരുടെ വിമാനമൊക്കെ പറക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ആകാശത്തിലൂടെ ആണെങ്കിലും പക്ഷേങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് അതൊക്കെ ഉള്ളത്. പക്ഷേങ്കിൽ ദ മൂൺ, ദ സൺ ആൻഡ് ദി സ്റ്റാർസ് ആർ ഇൻ ദി സ്പേസ്. പക്ഷേങ്കിൽ നമ്മുടെ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളതല്ല. അതെവിടെയാണുള്ളത്? സ്പേസിലാണ്. ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ദ സ്പേസ് ഈസ് ദി ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായു ഇല്ലാത്ത ഒരു സ്ഥലമാണ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ തന്നിട്ടുള്ളത് സ്പേസിൻ്റെ ഡെഫിനിഷൻ ആണെന്ന്. ഇപ്പോൾ വാട്ട് ഈസ് സ്പേസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണം. ഈ ബോക്സിലുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കുക. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിലുള്ളതാണ് ആൽഫ സെഞ്ചുറി എ. ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര വലുതാണെന്ന് ചോദിച്ചാൽ ഇതിൽ പിന്നെ 16 ലക്ഷത്തോളം ഭൂമി കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്.
പിന്നെ 40 കോടി കിലോമീറ്റർ നമ്മുടെ ഭൂമിയിൽ നിന്നും ദൂരത്താണ് ഇതുള്ളത്. പിന്നെ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് 13 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ 15 കോടി കിലോമീറ്റർ നമ്മുടെ ഭൂമിയിൽ നിന്നും വിട്ടിട്ടാണുള്ളത്. അടുത്തത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ലാർജ് ടു അക്കോമഡേറ്റ് 50 മൂൺസ് 50 മൂൺസിന് കൊള്ളാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. പിന്നെ മൂൺ എന്ന് പറയുന്നത് 3.84 ലക്ഷം കിലോമീറ്റർ നമ്മുടെ ഭൂമിയിൽ നിന്നും ദൂരത്താണ് ആരുള്ളത്, നമ്മുടെ മൂണുള്ളത്. നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാം, പക്ഷേ എങ്കിൽ അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരത്താണെന്ന് നമ്മൾ ചിന്തിക്കണം. 3.84 ലക്ഷം കിലോമീറ്റർ ദൂരത്തുള്ള ചന്ദ്രനെയാണ് നമ്മൾ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെ പറഞ്ഞ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻസ്. സ്റ്റാർ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കൂട്ടം. ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് കോൺസ്റ്റലേഷൻ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. വാട്ട് ഈസ് കോൺസ്റ്റലേഷൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻ. ലെറ്റ് us familiar ourselves with the some constellations. ഇനി താഴെ പറയുന്നത് കുറച്ച് കോൺസ്റ്റലേഷൻസ് ആണ്. ഈ താഴെയുള്ള ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ നോക്കാം. ദ ഹണ്ടർ, ഒറിയൺ. എന്താണ് ഫസ്റ്റത്തെ ഈ പിക്ചറിൽ കാണുന്ന ഈ സ്റ്റാർസ്, കുറച്ച് സ്റ്റാർ കൂട്ടത്തെ യോജിപ്പിച്ചപ്പം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു വേട്ടക്കാരൻ്റെ ജസ്റ്റ് ഒരു ചിത്രം നമുക്ക് തോന്നാം അല്ലേ? നമ്മൾ ഹണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടക്കാരൻ. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ ഒരു വേട്ടക്കാരൻ്റെ ഇങ്ങനെ എടുത്ത് അമ്പ് ചെയ്യുന്നത് പോലുള്ളൊരു ചിത്രമാണല്ലേ? എന്നപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കുക ഇതിൻ്റെ പേര് ദ ഹണ്ടർ എന്നാണെന്ന്. ഓക്കെ, this is the constellation visible in the eastern horizon at dusk in the December. ഇത് ഡിസംബറിൽ ഈസ്റ്റേൺ ഹൊറിസോണിൽ കാണപ്പെടുന്ന ഒരു കോൺസ്റ്റലേഷനാണ്. വെൻ ദി സ്റ്റാർസ് ആർ കണക്റ്റഡ്, സ്റ്റാർസുകൾ കൂട്ടി യോജിക്കുമ്പോൾ വി ക്യാൻ ഇമാജിൻ ദി ഷേപ്പ് ഓഫ് എ ഹണ്ടർ. നമുക്ക് എന്താ ഒരു വേട്ടക്കാരൻ്റെ ഒരു ചിത്രം പോലെ തോന്നാം. ഹെൻസ് ഗിവൺ ദി നെയിം ഹണ്ടർ. അതുകൊണ്ടാണ് ഇതിന് ഹണ്ടർ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. ദ ഗ്രീക്സ് ഗേവ് ദിസ് നെയിം Orion to this constellation which is the name of a hunter in their mythology. ഇത് ഗ്രീക്കിലുള്ള ആൾക്കാർ ഇതിന് ഒറിയോൺ എന്നുള്ള പേരും നൽകിയിട്ടുണ്ട്. ഇതെന്താണ്? അവരുടെ മിത്തോളജിയിൽ ഒരു വേട്ടക്കാരൻ്റെ പേരാണ് ഇത്. ഓക്കെ, എക്സാമിന് ചിലപ്പം ഈ ഒരു പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദി കോൺസ്റ്റലേഷൻ എന്ന് തരാം. ഈ കോൺസ്റ്റലേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ തരാം. അപ്പോൾ വേട്ടക്കാരൻ്റെ ഒരു പിക്ചറുള്ളതാണെങ്കിൽ അതിൻ്റെ പേരാണ് ഹണ്ടർ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ അടുത്ത കോൺസ്റ്റലേഷൻ്റെ പേരാണ് സപ്തർഷീസ്. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ ഇൻ ദി നോർത്തേൺ ഹൊറിസോൺ. അത് ഈസ്റ്റിലായിരുന്നു. ഇത് നോർത്തേൺ ഹൊറിസോണിൽ കാണപ്പെടുന്നതാണ്. ഏത് മാസത്തിലാണ്? ഏപ്രിലാണ്. അത് ഡിസംബറിലായിരുന്നു. ഹണ്ടർ നമ്മൾ കാണുന്നത് ഡിസംബറിലായിരുന്നു, എന്നാൽ ഇത് ഏപ്രിലാണ്. ഓക്കെ, വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് ടെലിസ്കോപ്പിലല്ലാതെ. The name Saptarshis was given by Indians because 7 stars could be seen very clearly in this constellation. ഇത് നമ്മുടെ ഇന്ത്യക്കാരാണ് ഈ കോൺസ്റ്റലേഷന് സപ്തർഷീസ് എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. അതിന് കാരണം ഇതിൽ 7 സ്റ്റാർസ് ആണുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണാം ഇതിൽ 7 സ്റ്റാർസ് കൂട്ടി യോജിച്ചതാണ്. ഓക്കെ, ഈ പിക്ചർ നല്ലോണം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ 7 ഡോട്ട്സ് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ പേരാണ് സപ്തർഷീസ്. ഓക്കെ, സോ 2 കോൺസ്റ്റലേഷൻ നമ്മൾ പരിചയപ്പെട്ടു, ഹണ്ടറും സപ്തർഷീസും. ആ രണ്ടും നല്ലോണം ക്ലിയർലി മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ദി സ്റ്റാർ വാച്ചിങ് ക്യാമ്പ് ഓർഗനൈസ്ഡ് ഇൻ എ സ്കൂൾ. ഇത് താഴെ തന്നിട്ടുള്ളത് ഒരു സ്കൂളിൽ സ്റ്റാർ വാച്ചിങ് ക്യാമ്പ്, സ്റ്റാറിനെ നോക്കുന്ന ഒരു ക്യാമ്പ് എന്താണ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പിക്ചറാണ് കണ്ടത്. യു മേ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ എ സ്റ്റാർ വാച്ചിങ് ക്യാമ്പ്. നിങ്ങളും ചിലപ്പം ഇങ്ങനത്തെയുള്ള ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കൈനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ സ്കൈ കൂടുതൽ ക്ലൗഡി മൂടിയുണ്ടോ അല്ലെങ്കിൽ കുറേ ലൈറ്റ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പേസ് സ്റ്റേഷൻ. സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്പേസിലുള്ളൊരു ലാബറട്ടറിയാണ്. അത് നമ്മുടെ ഇപ്പോൾ ആസ്ട്രോണമേഴ്സൊക്കെ സ്പേസിൽ പോലെ അവിടെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെ അവർക്ക് ഹെൽപ്പായിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലാബാണ് സ്പേസ് സ്റ്റേഷൻ. ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത് കുറച്ച് സ്പേസ് സ്റ്റേഷൻ്റെ പിക്ചേഴ്സാണ്. ഓക്കെ, അടുത്തത് താഴെ ഒരു ചോദ്യമുണ്ട്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദി പീപ്പിൾ
ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ആൾക്കാർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക. അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? നോ എയർ. അവിടെ എന്തുണ്ടാവില്ല? വായു ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ ശ്വസിക്കുന്നത് എയർ ആണല്ലോ. നമ്മൾ സ്പേസ് സ്റ്റേഷനിൽ എയർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായ എയർ നമ്മൾ ഭൂമിയിൽ നിന്ന് അവിടേക്ക് കൊണ്ടുപോകണം. പിന്നുള്ളതാണ് നോ ഗ്രാവിറ്റി. സോ നെക്സ്റ്റ് പോയിട്ടായിട്ട് അവിടെ എഴുതി കൊടുക്കുക നോ ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഭൂമിയിൽ ഇരിക്കാനും നിൽക്കാനൊക്കെ കഴിയുന്നത്. പിക്ചറിൽ കാണാം അവരിങ്ങനെ വായുവിലിങ്ങനെ പറന്ന് കണ്ടാണല്ലേ ഉണ്ടാവുക. അപ്പോൾ അവൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും കഴിയില്ല. കാരണം നമുക്ക് ഭൂമിയിലേക്കുള്ളൊരു ആകർഷണം ഉണ്ടാവും. അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കാനുണ്ടാവും. അതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സ്പേസിൽ എന്തുണ്ടാവില്ല? ഗ്രാവിറ്റി ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ദേ കാൺ സ്ലീപ്പ്. സോ ഈ പോയിൻ്റ് കൂടി അവിടെ എഴുതുക. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കാനായില്ല. ദേ കാണ്ട് ഈറ്റ് ഫുഡ്, ദേ കാണ്ട് ഡ്രിങ്ക് വാട്ടർ. അവർക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആർ നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലംസ്. ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ അവർ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പം എയറിനാണെങ്കിൽ അവർ ഭൂമിയിൽ നിന്ന് പോകുമ്പം എയർ കൊണ്ടുപോകണം. പിന്നെ കിടക്കാൻ ഉറങ്ങാനാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സ്പേസിൽ അവരുടെ ബോഡി ടൈറ്റാക്കി കെട്ടി വെച്ചിട്ട് വേണം കിടക്കാൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇവിടെ മെയിനായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ സ്റ്റേഷനിൽ നേരിടുക എന്നുള്ളത് ക്വസ്റ്റ്യന് പഠിച്ചു വെക്കുക. അവിടെ എയർ ഉണ്ടാവില്ല, ഗ്രാവിറ്റി ഉണ്ടാവില്ല, അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, അവർക്ക് ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ദ മൂൺ. ഇവിടെ മൂണിനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ചാണ് പറയുന്നത്. ദ മൂൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. രാത്രിയിലുള്ള ഏറ്റവും വലിയ ആളാണ് നമ്മുടെ മൂണെന്ന് പറയുന്നത് അല്ലേ? വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? നമുക്ക് താഴെ നോക്കാം. ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു എർത്ത്. നമ്മുടെ എർത്തിനോട് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ മൂൺ. ഈസ് ദ മൂൺ ബിഗ്ഗർ ദാൻ ദി സ്റ്റാർസ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ മൂണാണല്ലേ വലുത്, സ്റ്റാർസ് ചെറുതും. സ്റ്റാർസിന് ചെറിയ ഡോട്ട്സ് ആയിട്ടേ നമ്മൾ കാണുള്ളൂ. പക്ഷേ എന്നാലും മൂണിനെ നമുക്ക് നല്ല വലിയതായിട്ട് കാണാം. പക്ഷേങ്കിൽ ശരിക്കും നമ്മുടെ മൂണാണോ വലുത്? നോ, നമ്മുടെ മൂണല്ല വലുത്, നമ്മുടെ സ്റ്റാർസാണ് വലുത്. നമുക്ക് മൂണിനാണ് വലിയതായിട്ട് കാണപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഭൂമിയോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത് വലിയതാണെന്ന് തോന്നുന്നത്. സോ അവിടെ എഴുതി കൊടുക്കുക നോ സ്റ്റാർസ് ആർ മച്ച് ബിഗ്ഗർ ദാൻ ദി മൂൺ. സ്റ്റാർസാണ് മൂണിനെക്കാട്ടിലും വലുത്. ബട്ട് ദി മൂൺ അപ്പിയേഴ്സ് ലാർജർ ഫ്രം ദി എർത്ത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പം മൂണിനെ നമ്മൾ കാണുമ്പോൾ മൂണാണ് വലുതായിട്ട് തോന്നുക. ബിക്കോസ് ഇറ്റ് ഈസ് സോ മച്ച് ക്ലോസർ ടു എസ്. അത് കാരണം ഭൂമിയോട് അത് ഏറ്റവും അടുത്തായിട്ടാണ് അതുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്യാൻ ദി മൂൺ ഷൈൻ ഇറ്റ്സ് ഓൺ. മൂണിന് ഒരു തിളക്കുണ്ടാവും, ഒരു ഷൈൻ ഉണ്ടാവും. അതിന് മൂണിന് സ്വന്തമായിട്ട് ആ ഒരു ഷൈന് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടോ? ഇല്ല. നമ്മുടെ ആൻസർ എന്താണ്? നോ എന്നാണ്. മൂൺ കാണ്ട് ഷൈൻ ഇറ്റ്സ് ഓൺ. മൂണിന് അതിന് സ്വന്തമായിട്ട് ഷൈൻ ചെയ്യാനുള്ള കഴിവില്ല. പിന്നെ അതിൻ്റെ ഷൈൻ എന്ന് പറയുന്നത് സൂര്യന് മൂണിൽ തട്ടിയിട്ട് വരുന്ന റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ അവിടെ എഴുതുക നോ ദ മൂൺ കനോട്ട് ഷൈൻ ഇറ്റ്സ് ഓൺ ലൈറ്റ്. വി ഓൺലി സീ ഇറ്റ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്റ്റ് സൺലൈറ്റ് മൂണിൻ്റെ മേലെ തട്ടുന്നത് കാരണമാണ് മൂണ് ഷൈൻ ആക്കുന്നത് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ പിക്ചറിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദ സോളാർ സിസ്റ്റം. ഈ പിക്ചറിലേക്ക് നോക്കി സണ്ണുണ്ട്, കുറേ പ്ലാനറ്റ്സ് ഉണ്ടല്ലേ. ലൈക്ക് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. നമ്മുടെ ഭൂമിയെ മൂണ് ചുറ്റുന്നത് പോലെ ദ എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദി സൺ. നമ്മുടെ സൂര്യനെ, നമ്മുടെ ഭൂമിയും മറ്റുള്ള പ്ലാനറ്റ്സും നമ്മുടെ സൂര്യനെ ചുറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക. നമ്മുടെ മൂണ് ഭൂമിയെ ചുറ്റുന്നത് പോലെ നമ്മുടെ ഭൂമിയും മറ്റുള്ള പ്ലാനറ്റ്സും നമ്മുടെ സൂര്യനെ ചുറ്റുന്നുണ്ട്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്.
ഇവിടെ പറയുന്നുണ്ട് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സെലസ്റ്റിയൽ ബോഡീസ് ഇല്ല, അതായത് നമ്മുടെ എർത്തും മറ്റുള്ള പ്ലാനറ്റ്സും കറങ്ങി സഞ്ചരിക്കുന്ന ആ ഒരു പാത്ത്, ആ ഒരു വൈനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദെൻ ഇവിടെ ബോക്സിലാക്കിയിട്ട് തന്നിട്ടുണ്ട് എന്താണ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ. അതിൽ ആരുണ്ട്? സണ്ണുണ്ട്. ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദി സൺ. പിന്നെ സണ്ണിന് ചുറ്റുള്ള എല്ലാ മറ്റുള്ള പ്ലാനറ്റ്സ് ഉണ്ട്. സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. അങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ദെൻ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ആണ് ഉള്ളത്? 8 പ്ലാനറ്റ്സ് ആണ് വരുന്നത്. അതേതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇതും പഠിച്ചു വെക്കുക. ഈ പ്ലാനറ്റ്സിൻ്റെ പേരുകളും ഒക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ, ഈ വീഡിയോയിൽ ഇത്രയുമാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ആക്കുന്നത്. ദെൻ ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.